രാജ്ഭവന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്ന ത്രൈമാസിക രാജഹംസം പ്രകാശനം ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. ആദ്യ പതിപ്പിൽ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറെയും രാജ്ഭവനെയും സംബന്ധിച്ച വാർത്തകളും ആനുകാലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തി ഇനി മുതൽ പുറത്തിറങ്ങുന്ന ത്രൈമാസികയാണ് രാജഹംസം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ഭാരതാംബ വിഷയം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് മാസികയുടെ പ്രകാശനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. രാജഹംസത്തിന് ആശംസകൾ നേർന്നതോടൊപ്പം ആദ്യ പതിപ്പിൽ ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 200 കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പാലമായി രാജഹംസം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ MP പറഞ്ഞു. രാജ്ഭവനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രവർത്തന രീതി എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് രാജഹംസമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. Reason why we are trying to tell everybody what is happening in Raj Bhavan, how the governor is behaving, how the governor has to do what he has to do, how he has to present himself before the public, the state, how he has to be there with the government, what are his relations, what are his thoughts. All these things are to be depicted and to be presented before the public. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ, മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.